നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലുണ്ടായ കളർകോടുണ്ടായ ആക്സിഡൻറ്റ് സംബന്ധിച്ച ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ന് നമ്മുടെ ചാനലിൽ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആക്സിഡൻറ്റ് സംബന്ധിച്ച് പല വാഹന ഉടമകൾക്കും അല്ലെങ്കിൽ ഷവർലെറ്റിൻ്റെ ടവേര യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക പേരും ചോദിച്ച ഒരു ചോദ്യമാണ്. ഈ വാഹനത്തിന് ഓവർലോഡ് കയറിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്സിഡൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് അറിയുവാനായിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ച് ഇന്ന് മനസ്സിലാക്കാം. മെയിനായിട്ട് ഷവർലെറ്റിൻ്റെ ടവേര 7 സീറ്റ് മുതൽ 10 സീറ്റ് വരെ ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ആ വാഹനങ്ങൾ ഓടുന്നുണ്ട്. അതിൽ കൂടുതലും 10 സീറ്റ് വരെയുള്ള വാഹനങ്ങളെന്ന് പറയുന്നത് ഈ പോലീസിൻ്റെ തന്നെ കൺട്രോൾ റൂം വെഹിക്കിൾ 10 സീറ്റ് വരെയുള്ള ടവേരയാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുകൂടാതെ പിന്നീട് ഈ മാക്സി ക്യാബ് യൂസിന് വേണ്ടിയിട്ട്, അതായത് സ്റ്റാൻഡേർഡ് മാക്സി ക്യാബ് യൂസിന് വേണ്ടിയിട്ട് 8 സീറ്റ് മുതൽ അതിന് മുകളിലോട്ട് ഉള്ള വാഹനങ്ങളെല്ലാം ഈ മാക്സി ക്യാബിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റിലാണ് വരുന്നത്. അപ്പം ആ മാക്സി ക്യാബ് യൂസിനെല്ലാം ഈ ഒരു 10 സീറ്റ് കാറ്റഗറിയിലുള്ള ടവേര ഓടുന്നുണ്ട്. അതായത് സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, സീറ്റിങ്ങിൻ്റെ പാറ്റേൺ വരുന്നത് നിലവിൽ 2+2+3 വരുന്നുണ്ട്, 3+3+4 വരുന്നുണ്ട്, പിന്നെ 2+3+2 വരുന്നുണ്ട്, 2+3+4 വരുന്നുണ്ട്. അപ്പം അങ്ങനെ പല സെഗ്മെൻറ്റിൽ ഈ വാഹനം സീറ്റിംഗ് കപ്പാസിറ്റി വച്ച് ഈ വാഹനം നിലവിൽ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന 8 സീറ്റ് മുതൽ 10 സീറ്റ് വരെയുള്ള ടവേര നമുക്ക് അവിടെ കാണാവുന്നതാണ്. പക്ഷേ ഓവർലോഡ് കയറി എന്ന് പറഞ്ഞിട്ട് ഈ വാഹനത്തിന് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി. ആ വാഹനം നിലവിൽ 7 സീറ്റ് സെഗ്മെൻറ്റിൽ ഉൾപ്പെട്ട വാഹനമാണ്. അതിൽ ഏതെങ്കിലും ഒരു വശത്തോട്ട് ലോഡ് ഇരുന്നത് കൊണ്ടായിരിക്കാം ആ വാഹനം തെന്നി മാറിപ്പോയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ള കാഴ്ചപ്പാടാണ്. ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് ആ വാഹനം പുറകിൽ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. അപ്പോൾ അവിടെയാണ് ആൾ കൂടുതൽ കയറിയിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു വശത്തേക്ക് ലോഡ് ഇരുന്നിട്ട് തെന്നിയതായിരിക്കാം. പിന്നെ മഴ സമയത്ത് പറ്റുന്ന ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് വാഹനം, അതിപ്പം കാണിച്ചു തരാം. വാഹനം ഇപ്പോൾ പുല്ലിലാണ് കിടക്കുന്നത്. അപ്പം മഴ സമയത്ത് ഈ പുല്ലിലൊക്കെ വെള്ളത്തിൻ്റെ ഈർപ്പം നിന്നാൽ പോലും നമ്മൾ ചവിട്ടുന്ന സ്ഥലത്ത് ചിലപ്പം വാഹനം നിൽക്കാത്ത ഒരവസ്ഥ വരും. പിന്നെ അതുകൂടാതെയുള്ള അടുത്ത പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഡിസ്ക് പാഡ്. ഇത് വാഹനത്തിൻ്റെ മാറ്റിയ ഡിസ്ക് പാഡാണ്. ഈ ഡിസ്ക് പാഡിൻ്റെ തേയ്മാനം ഈ വാഹനത്തിൽ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്ററാണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ നിന്നല്ല ഏതൊരു വാഹനമായാൽ കൂടിയും ഓട്ടോമാറ്റിക് അഡ്ജസ്റ്ററാണ് വരുന്നത്. ഇത് 25,000 കിലോമീറ്ററിൽ മാറിയ ഈ വാഹനത്തിൻ്റെ ഡിസ്ക് പാഡാണ്. ഇതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ കാണുന്ന ക്ലിപ്പ് നിലവിൽ ഈ ക്ലിപ്പിൻ്റെ ആ ഒരു രീതിയിൽ എത്തുമ്പോഴാണ് ഈ പാഡ് നിലവിൽ മറ്റ് വർക്ക്ഷോപ്പുകളിലും സ്ഥലങ്ങളിലും ഒക്കെ മാറുന്നത്. ഇത് എത്തുന്നതിന് മുന്നേ തന്നെ, ഈ ക്ലിപ്പിൻ്റെ അടുത്ത് റോട്ടർ എത്തുന്നതിന് മുന്നേ തന്നെ ഇത് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. പക്ഷേ പലരും അത് ശ്രദ്ധിക്കാറില്ല. ഇത് തേയ്മാനം വന്ന്, ഈ ഡിസ്ക് പാഡ് തേയ്മാനം വന്ന് തീർന്ന് ഈ ക്ലിപ്പ് റോട്ടറിൽ പിടിച്ച് ഉരഞ്ഞതിന് ശേഷം മാത്രമാണ് പലരും മാറുന്നത്. ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റർ ആയതുകൊണ്ട് ഇത് കൊണ്ട് കയറിക്കൊണ്ടിരിക്കും, ബ്രേക്ക് കൊണ്ട് കയറിക്കൊണ്ടിരിക്കും. ടവേര മാത്രമല്ല, ഇപ്പോഴിറങ്ങുന്ന എല്ലാ വാഹനങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. രണ്ടാമത്തെ ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് ചില വാഹനങ്ങളിൽ ഈ ക്ലിപ്പിന് സമാനമാണ് ഈ കാണുന്ന സെൻറ്ററിലുള്ള വെട്ട്. ഈ കാണുന്ന ഈ വെട്ട് പലരും നോക്കാറില്ല. ഇതും തീർന്ന് അങ്ങ് അറ്റം പറ്റിയതിന് ശേഷമായിരിക്കും പലരും ഇത് മാറുന്നത്. ഇതിനെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമുള്ളത് ഈ ക്ലിപ്പ് ഈ റോട്ടറിൽ ഉരഞ്ഞ ശേഷം അവിടെ ചാല് വീഴാറുണ്ട്. വണ്ടി കയറ്റവും ഇറക്കവും അല്ലെങ്കിൽ കട്ടലൊക്കെ വീഴുന്ന സമയത്ത് അതിന് ഷേക്ക് വന്നിട്ട് ചാല് വീഴാറുണ്ട്. ചാല് വീഴുന്ന സമയത്ത് പുതിയൊരു ഡിസ്ക് പാഡ് ഇട്ടാൽ കൂടിയും അത് പിടിക്കാത്തൊരവസ്ഥ വരും. അത് ഒന്നാമത്തെ ഒരു പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാഡ്, ഈ ക്ലിപ്പ് പിടിച്ച് ഈ റോട്ടറിന് തേയ്മാനം വന്നു കഴിഞ്ഞാൽ വാഹനം നമ്മൾ ചവിട്ടിനടുത്ത് ചിലപ്പോൾ നിൽക്കാത്ത ഒരവസ്ഥയും വരും. അതും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. രണ്ടാമത്തെ ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് പീരിയോഡിക്കലായിട്ട് ബ്രേക്കിൻ്റെ സർവീസ് ക്ലിയർ ഇല്ലെങ്കിൽ ഈ ഒരു വിഷയം വരും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം LSPV കുറിച്ച് ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ലീഫ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹൈറ്റ് എന്തെങ്കിലും രീതിയിലുള്ള വേരിയേഷൻ വന്നാലോ ശരിക്ക് LSPV വർക്കാവാത്തൊരവസ്ഥ വരും. വർക്കിംഗ് പ്രോപ്പർ ആയിരിക്കില്ല. അപ്പം വാഹനം ഒന്നുകിൽ വലതുവശം ഉയർന്നാണ് നിൽക്കുന്നതെങ്കിൽ വാഹനം ഇടത്തോട്ട് ഒരു പുള്ളിങ് വരുവാനും
ഇടതുവശമാണ് ഉയർന്നു നിൽക്കുന്നതെങ്കിൽ വാഹനം വലത്തോട്ട് പുള്ളിങ്ങി വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ തന്നെ ഈ വാഹനത്തിന് ആക്ഷൻ കൂടുതലാണ്. ഇത് കോളിസ്, ടാറ്റ സുമോ, പിന്നെ അതിൽ തുടങ്ങിയിട്ടുള്ള സ്കോർപിയോ തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾക്കെല്ലാം ആക്ഷൻ കൂടുതലാണ്. അപ്പോൾ ആക്ഷൻ കൂടുതൽ വരുമ്പോഴേ ഏത് വശത്താണ് വെയിറ്റ് ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് പുള്ളിങ്ങി വരുവാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. പിന്നെ ഈ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മഴ പെയ്യുന്ന ഒരു സമയമാണ്. മഴ പെയ്യുന്ന സമയത്ത് പൊതുവേ വിൻഷീൽഡ് ഗ്ലാസ്സിന് വെളിച്ചം കുറവായിരിക്കും. എതിരെ ഒരു വാഹനം വന്നാൽ കൂടിയും എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കില്ല. അതും പ്രധാന ഒരു പോയിൻ്റാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബിൻ്റെ വോൾട്ടിംഗ് പവർ 60-55 നോർമലായിട്ടുള്ള വാഹനങ്ങൾക്ക് വരുന്ന ഹെഡ്ലൈറ്റിൻ്റെ ബൾബിൻ്റെ വോൾട്ടിംഗ് പവർ വരുന്ന. ഈ ഹെഡ്ലൈറ്റിൻ്റെ ബൾബിൻ്റെ വോൾട്ടിംഗ് പവർ ചിലർ റിലേ വെച്ച് കൂട്ടാറുണ്ട്, ചിലർ ആ ബൾബ് തന്നെ നിലനിർത്തി പോകാറുണ്ട്. അപ്പോൾ ആ ബൾബ് അങ്ങനെ നിൽക്കുന്ന സമയത്തും ഈ മഴ സമയത്ത് നമുക്ക് ശരിക്കുള്ള ഒരു വിസിബിലിറ്റി കിട്ടില്ല. അതും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൂടാതെ തന്നെ പഴയകാല വാഹനങ്ങൾക്കല്ല, അതിപ്പം സൈലോ ആയിക്കോട്ടെ, ടാറ്റ സുമോ ആയിക്കോട്ടെ, ഇന്നോവ ആയിക്കോട്ടെ, അതിൽ ആ സെഗ്മെൻറ്റ് തുടങ്ങി തവേര ആയാൽ പോലും അതിൻ്റെ എല്ലാം ഹെഡ്ലൈറ്റിന് മങ്ങൽ സംഭവിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പല വാഹനങ്ങളിലും ഏകദേശം ഒരു 7 വർഷം കഴിഞ്ഞ് മുകളിലോട്ടുള്ള മിക്ക വാഹനങ്ങൾക്കും ഹെഡ്ലൈറ്റിന് മങ്ങലുണ്ട്. അപ്പോൾ ആ മങ്ങൽ ഉള്ളപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ്, ഇപ്പം നമുക്കെതിരെ ഒരു വാഹനം വരുമ്പോൾ ഒരു കാറാണ് വരുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ കൂടിയും ആ വാഹനം എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ഈ വാഹനം ഓടിക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ പിന്നെ എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറിനോ ചിലപ്പം കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. പിന്നെ ബ്രൈറ്റിൻ്റെ കാര്യം മെയിൻ. ഈ മഴ സമയത്ത് പലരും ബ്രൈറ്റ് ഇട്ട് പോകാറുണ്ട്. ബ്രൈറ്റ് ഇട്ട് പോകുമ്പോഴും നമുക്ക് എതിരെ വരുന്ന വാഹനം ബ്രൈറ്റ് ഇട്ട് വന്നാൽ കൂടിയും ഈ ഓടിക്കുന്ന വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിന് വെട്ടം കുറവാണെങ്കിലും വാഹനം വരുന്നത് അവർക്കറിയാൻ സാധിക്കും. എങ്കിൽ കൂടിയും ചിലപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ മുന്നിലോട്ടുള്ള ആ ഒരു വസ്തുക്കൾ ശരിയായിട്ടുള്ള രീതിയിൽ കാണണമെന്നുമില്ല. അങ്ങനെ വന്നാലും ഈ ഒരു അപകടം നടക്കുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. മഴ സമയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബ്രേക്കിന് അതേപോലെ തന്നെ പ്രാധാന്യം വാഹനത്തിൻ്റെ ടയറിനുമുണ്ട്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ കാണുന്നത് പോലെ വാഹനത്തിൻ്റെ ടയറിൻ്റെ ഔട്ടർ ഭാഗം, ഈ ഔട്ടർ ഭാഗത്തിന് തേയ്മാനം കൂടുതലാണെങ്കിൽ, അതായത് ഇന്നറും വരുന്നുണ്ട് ഔട്ടറും വരുന്നുണ്ട്, ഇത് ഇന്നർ സൈഡാണ്, ഇത് ഔട്ടർ സൈഡാണ്. ഈ വാഹനത്തിൻ്റെ ടയറിൻ്റെ ഔട്ടർ സൈഡ് തേയ്മാനമുണ്ടെങ്കിൽ മഴ സമയത്ത് ആ വാഹനം സ്ലിപ്പായി ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തെന്നിപ്പോകും. പിന്നെ നിലവിൽ ABS ഇല്ലാത്തത് കൊണ്ടും വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് സഡനായിട്ട് നിൽക്കുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യവും നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. പരമാവധി മഴ സമയത്ത് ഓടുമ്പോൾ വാഹനത്തിൻ്റെ എയർ പ്രഷർ ഒരല്പം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു കാരണവശാലും എയർ കൂടുതലടിക്കരുത്. കൂടുതലടിച്ചു കഴിഞ്ഞാൽ വാഹനം സ്ലിപ്പായി മാറുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ആക്സിഡൻ്റായ വാഹനത്തിൻ്റെ മുന്നിലത്തെ ടയറിൻ്റെ തേയ്മാനം, ഈ ഔട്ടർ സൈഡ് തേയ്മാനം കൂടുതലാണ്. അത് എപ്പോഴും നമ്മൾ വാഹനം ഓടിയാൽ കൂടിയും വാഹനത്തിൻ്റെ ടയറിൻ്റെ, അത് മുന്നിലാണെങ്കിലും പിന്നിലാണെങ്കിലും ഔട്ടർ സൈഡ് ടയറിന് തേയ്മാനം ഉണ്ടെങ്കിൽ അത് റൊട്ടേഷൻ ചെയ്ത് അതിനെ ലെവൽ കറക്റ്റ് ചെയ്യേണ്ടതാണ്. പീരിയോഡിക്കലായിട്ട് റൊട്ടേഷൻ ചെയ്യാത്തത് കൊണ്ടാണ് ടയറിൻ്റെ തേയ്മാനം കൂടുതലായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ വാഹനത്തിൻ്റെ അടിയിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, വാഹനത്തിൻ്റെ അടിയിൽ വരുന്ന LSPV. ഈ ഇത് കാണാൻ സാധിക്കില്ല. ഈ LSPV സ്റ്റെപ്പനിയുടെ മുന്നിലായിട്ടാണ് ഇരിക്കുന്നത്. ഈ LSPVക്ക് ഏതെങ്കിലും രീതിയിലുള്ള തകരാറ് വന്നാലും ഈ ഒരു വിഷയം വരാം. അപ്പോൾ പലർക്കും ആ ഒരു കാര്യം അറിയത്തില്ല. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത വണ്ടി, ഇതിലിപ്പോൾ ഈ വാഹനം വരുന്നത് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. ഇതുപോലെ ഇപ്പോൾ ഈ കണ്ട രീതിയിൽ ഇതുപോലെ വാഹനം ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് വാഹനം ഒന്ന് കുലുങ്ങിയിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ. ഇതുപോലെ വാഹനം ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് വാഹനം ഒന്ന് കുലുങ്ങിയിട്ടായിരിക്കും നിൽക്കുന്നത്. ഈ കുലുങ്ങി നിൽക്കുന്ന സമയത്ത് വാഹനത്തിന് ആക്ഷൻ കൂടുതലായതുകൊണ്ട്, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വാഹനത്തിന് ആക്ഷൻ കൂടുതലായതുകൊണ്ടും
പുറകുവശത്ത് ലോഡ് കൂടുതലായതുകൊണ്ടും വാഹനം മഴയത്ത് തെന്നി നീങ്ങാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നോക്കിയാൽ അറിയാൻ സാധിക്കും, ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ആ ഒരു മുന്നിലോട്ടുള്ള ആ ഒരു കാഴ്ച കാണണമെന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ വാഹനം ലീഫ് സെറ്റാണ് വരുന്നത്. ഈ വാഹനത്തിന് പുറകിൽ ലീഫ് സെറ്റാണ് വരുന്നത്. ഈ ലീഫ് സെറ്റ് വരുന്നത് കൊണ്ട് നമുക്ക് എത്ര ലോഡ് കയറിയാലും ഈ വാഹനത്തിന് വലിയ രീതിയിലുള്ള കുഴപ്പം വരത്തില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയും ലോഡ് അവർ കയറ്റിയിട്ടുള്ളത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മറ്റുള്ള വാഹനം പോലെ സ്പ്രിങ് ടൈപ്പ് സസ്പെൻഷൻ അല്ല വരുന്നത്. അംബാസഡർ കാറിൻ്റെ അതേ സെയിം മാച്ചായിട്ടുള്ള ടോർഷൻ ബാർ സസ്പെൻഷനാണ് ഇതിന് വരുന്നത്. അപ്പോൾ ടോർഷൻ ബാർ സസ്പെൻഷൻ വരുമ്പോൾ എത്ര ലോഡ് കയറിയാൽ പോലും വാഹനത്തിന് ഒരു രീതിയിലുള്ള ആ ഒരു പ്രശ്നം വരത്തില്ല. വലിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് മഴ സമയത്ത് വാഹനം ഓടിക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ ക്ഷമത, അതുകൂടാതെ തന്നെ ലോഡ് കയറുമ്പോഴുള്ള വാഹനത്തിൻ്റെ ആ ഒരു ബ്രേക്കിങ്ങിൻ്റെ ക്ഷമത. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ വാഹനത്തിന് മറ്റുള്ള എല്ലാ വാഹനത്തിനെ അപേക്ഷിച്ച് ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്, എത്രത്തോളം ലോഡ് കയറോ അത്രത്തോളം യാത്രാ സുഖം കൂടുതലായിരിക്കും. അത് ഈ ടവേര യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക പേർക്കും അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ സാധിക്കും. ഇതിപ്പം നിലവിൽ ഈ വാഹനം 7 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് വരുന്നത്. ക്യാപ്റ്റൻ സീറ്റാണ് വരുന്നത്, 7 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ലീഫ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെയാണോ എന്നറിയില്ല, ലോഡ് കൂടുതൽ കയറും തോറും ആ വാഹനത്തിന് യാത്രാസുഖം കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ മാരുതിയും അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് അത്ര ഒരു എളുപ്പമല്ല ഈ ഒരു വാഹനം കൊണ്ടുപോകുന്നത്. അതായത് ഈ വാഹനത്തിൻ്റെ നീളം തന്നെ ഏകദേശം 4.5 മീറ്ററോളം ഉണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാന സാഹചര്യം എന്ന് പറയുന്നത്, നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുന്നിലത്തെ 2 വീലും അതിനുശേഷം പുറകിലത്തെ 2 വീലും ഒരേപോലെ ലോക്കാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഭാഗത്താണ് നമ്മുടെ വാഹനത്തിൻ്റെ പാസഞ്ചർ കൂടുതൽ ലോഡ് പിടിച്ചിരിക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വാഹനം പാളുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പുള്ളിങ്ങി കയറിയിട്ട് വാഹനം ഏതെങ്കിലും ഒരു വശത്തേക്ക് വലിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് മഴയും കൂടെ ആയതുകൊണ്ട്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ പുല്ലാണ്. ഏകദേശം പുല്ലിലാണെങ്കിലും പിന്നെ മഴയത്താണെങ്കിലും വെള്ളത്തിലാണെങ്കിലും ഈ വാഹനം ഓടുന്ന സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്, ഒരു സഡനായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വാഹനം നിൽക്കുന്നതെന്ന് നമുക്കിപ്പോൾ വീഡിയോ സഹിതം കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന പാടാണ് ഈ കാണുന്നത്, ഇങ്ങനെ വന്നിരിക്കുന്നത്. അതുമല്ല, വാഹനം ബ്രേക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ടയറിൽ വീല് പിടിച്ചിരിക്കുന്ന ഭാഗം ഇത്ര മാത്രമാണ് വീല് പിടിച്ചിട്ടുള്ളത്. ബാക്കി ABS ഇല്ലാത്തത് കൊണ്ട് വേറെ ഒരു സൈഡും പിടിച്ചിട്ടില്ല. ഈ ഒരു ഭാഗം മാത്രമാണ് പിടിച്ചിട്ടുള്ളത്. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അടുത്ത ഭാഗത്തും ഇതുപോലെ തന്നെയാണ് പിടിച്ചിട്ടുള്ളത്, വേറെ ഒരു സൈഡും പിടിച്ചിട്ടില്ല. ഓക്കെ, പുറകിലോട്ട് നോക്കാം. പുറകിലോട്ടും ഈ ഭാഗവും അപ്ലൈ ആയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിലും ഈ ഭാഗവും അതുപോലെ തന്നെ ഈ ഭാഗവും ബ്രേക്ക് അപ്ലൈ ആയിട്ടുണ്ട്. ബാക്കി സൈഡുകളിലൊന്നും ബ്രേക്ക് ചെയ്തതിൻ്റെ പാടൊന്നും കാണുവാനായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രധാന സാഹചര്യമെന്ന് പറയുന്നത്, ABS അല്ലാത്തത് കൊണ്ട് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് സഡനായിട്ട് വാഹനം നിൽക്കുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അത് ABS ഇല്ലാത്ത ഏതൊരു വാഹനമാണെങ്കിലും, ഇത് മാത്രമല്ല ABS ഇല്ലാത്ത ഏതൊരു വാഹനമാണെങ്കിലും ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സഡനായിട്ട് വാഹനം നിൽക്കുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ റോഡിൻ്റെ ചരിവ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റോഡിൻ്റെ ചരിവ് അതും നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളക്കെട്ടുണ്ടെങ്കിലും ഒക്കെ നമ്മൾ നമ്മുടെ വാഹനം ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഒരു ഭാഗത്തേക്ക് ആ ലോഡിൻ്റെ വാഹനത്തിൻ്റെ ഉള്ളിൽ എത്രത്തോളം ലോഡുണ്ടോ ആ ലോഡിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ ക്ഷമത എന്ന് പറയുന്നത്. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും വാഹനം തെന്നി നീങ്ങുന്നതും പിന്നെ അതുപോലെ തന്നെ വാഹനം നിൽക്കുന്നതും.
അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വാഹനത്തിന് ആക്ഷൻ കൂടുതലായതുകൊണ്ടും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ലോഡ് കയറിയിട്ടുണ്ടെങ്കിൽ, ഇതൊന്നുമല്ല ഏതൊരു വാഹനമാണെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ലോഡ് കയറിയിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ വാഹനം സ്ലിപ്പായി മാറുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ABS ഇല്ലാത്തത് കൊണ്ടാണ്. ABS ഉണ്ടെങ്കിൽ അത് വിട്ട് മാത്രമേ പിടിക്കത്തുള്ളൂ. വലിയ രീതിയിലുള്ള അപകടം നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. പുതിയതായിട്ട് എനിക്കിതിൽ പറയുവാനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, പുതിയതായിട്ട് ഏതൊരു വാഹനം, ABS ഇല്ലാത്ത ഏതൊരു വാഹനം നമ്മൾ കൈകാര്യം ചെയ്താൽ കൂടിയും ആ വാഹനത്തിൻ്റെ ഗുണം എന്താണ്, ദോഷം എന്താണ്, ആ വാഹനം അല്ലെങ്കിൽ ഓടി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാത്രമേ നമ്മൾ ആ വാഹനം റോഡിലോട്ട് ഇറക്കി ഓടുവാൻ പാടുള്ളൂ. അപ്പോൾ സാധാരണ എനിക്കിതിൽ മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ആക്സിഡൻറ്റ് നടക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യമെന്ന് എനിക്ക് തോന്നിയത്, ആ വാഹനം ഓടിച്ച വ്യക്തി ചെറിയ കാറോ ആയിരിക്കും ഓടിച്ചിട്ടുള്ളത്. ഇത്രയും നീളമുള്ള വലിയ വാഹനം ഓടിച്ചുള്ള പരിചയം കാണത്തില്ല. പരിചയക്കുറവാണ് അപകടത്തിന് കാരണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ വേറെ സാഹചര്യം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഇനി ഉന്നത ഉദ്യോഗസ്ഥർ, ഈ വാഹനം ആക്സിഡൻറ്റ് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ അത് ചർച്ച ചെയ്യുമായിരിക്കും. ഈ ഒരു കാര്യം, ഈ വാഹനം പ്രത്യേകിച്ച് ഷവർലെറ്റിൻ്റെ തവേരയാണെങ്കിലും ABS ഇല്ലാത്ത വാഹനമാണെങ്കിലും കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വാഹനം ഓടുവാനായിട്ട്. വാഹനം ഏതൊരു ഇപ്പം വലിയ വാഹനം ഓടിച്ചാലും ചെറിയ വാഹനം ഓടിച്ചാലും ആ വാഹനത്തിനെക്കുറിച്ച്, ഓടിക്കുന്ന വാഹനത്തിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ വാഹനം എവിടെ ചവിട്ടി എവിടെ നിൽക്കും, അല്ലെങ്കിൽ അതിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ ക്ഷമത, സസ്പെൻഷൻ്റെ കാര്യങ്ങൾ, ക്ലച്ചിൻ്റെ കാര്യങ്ങൾ, സീറ്റിംഗ് കപ്പാസിറ്റി, ലോഡിംഗ് കപ്പാസിറ്റി, ഇതിനെയൊക്കെ അനുസരിച്ചിരിക്കും ബാക്കിയുള്ള മറ്റ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ചെറിയ വാഹനം ഓടിച്ച് പരിചയമുള്ളവർ ഒരു കാരണവശാലും ഇത്രയും വലിയ വാഹനങ്ങൾ എടുക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 4.5 മീറ്ററോളം ഈ വാഹനത്തിന് നീളമുണ്ട്. അത് ഒന്നാമത്തെ പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, വാഹനം ലോഡ് കയറുന്ന സമയത്ത്, ഏതൊരു വാഹനമാണെങ്കിൽ കൂടിയും ലോഡ് കയറുന്ന സമയത്ത്, ഇപ്പോൾ പുറകിൽ ലീഫ് സസ്പെൻഷനാണ് വരുന്നത്. അപ്പോൾ ലീഫ് സസ്പെൻഷൻ ആയതുകൊണ്ടും വാഹനത്തിന് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ടും, പുറകു വശം അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ടും ഇരിക്കുന്ന സമയത്ത്, ലോഡ് കയറുന്ന സമയത്ത് ഓടിക്കുവാനായിട്ട് നല്ല സുഖമായിരിക്കും. പക്ഷേ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മഴക്കാലത്തോ അല്ലെങ്കിൽ ചരളിലോ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാഹനം ഓടുന്ന സമയത്ത് പിന്നിലത്തെ ടയറിനെ കാട്ടി മുന്നിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ, മുന്നിലത്തെ ടയർ ഇതുപോലെ ഔട്ടർ സൈഡ് തേയ്മാനം, ഇതിപ്പം ഗ്രിപ്പുണ്ട്, ഔട്ടർ സൈഡ് തേയ്മാനം ഉണ്ടെങ്കിൽ വളയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മഴ സമയത്ത് ഈ വെള്ള ലൈനുകളും മഞ്ഞ ലൈനുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സീബ്ര ലൈനുണ്ട്, പിന്നെ ക്രോസ് മാർക്കുകളുണ്ട്. ചിലപ്പോൾ അതിലൊക്കെ കയറുന്ന സമയത്ത് തെന്നി നീങ്ങുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഒരു കാരണവശാലും പലരും പറയും, ഞാൻ എല്ലാ വാഹനവും ഓടിക്കും. ഓടിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ വാഹനം, ഓടിക്കുന്ന വാഹനത്തിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അത് എവിടെ ചവിട്ടി എവിടെ നിൽക്കും, എത്ര ക്യൂബിക് കപ്പാസിറ്റി ഉണ്ട്, എത്ര ടോർക്കുണ്ട്, എത്ര RPM ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പവർ എങ്ങനെയാണ്, ബ്രേക്കിങ്ങിൻ്റെ ക്ഷമത എങ്ങനെയാണെന്നൊക്കെ നോക്കി മനസ്സിലാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ ആ വാഹനം കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് മാത്രമാണ് എനിക്കിതിൽ പറയുവാനായിട്ടുള്ളത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ, കൂട്ടുകാർ കൂടുന്ന സമയത്ത്, അത് ഏതൊരു വാഹനമാണെങ്കിലും ശരി തന്നെ, കൂട്ടുകാർ കൂടുന്ന സമയത്ത് നമുക്കൊരു ത്രില്ല് വരും. ആ വാഹനം എങ്ങനെയൊക്കെ എത്രത്തോളം സ്പീഡിൽ ഓടിക്കാൻ പറ്റുമോ അത്രത്തോളം സ്പീഡിൽ ഓടിക്കുവാനായിട്ട് ത്രില്ല് വരും. അപ്പം അതും ഒരു കാരണവശാലും ചെയ്യരുത്. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സ്പീഡിൽ മാത്രം, പരമാവധി ആ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ആൾക്കാരും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സ്പീഡിൽ മാത്രമേ ആ വാഹനം ഓടിക്കുവാനായിട്ട് പാടുള്ളൂ. അതും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം.